ഷിരൂരിൽ നിന്ന് പ്രതീക്ഷയുടെ വാർത്തകൾ. മൺതിട്ടയിൽ ലോറി ഉണ്ടെന്ന നിഗമനത്തിൽ ഡ്രഡ്ജർ കമ്പനി പരിശോധന ഊർജിതമാക്കുകയാണ്. നിലവിൽ ഒരു വാഹനത്തിന്റെ റേഡിയേറ്റർ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഈശ്വർ മാൽപേ സംഘം നടത്തുന്ന തെരച്ചിലിൽ മരകഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ബിജു പങ്കജ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, ഈശ്വർ മാൽപേയുടെ സംഘം നടത്തിയ പരിശോധനയിൽ മരകഷ്ണങ്ങൾ ലഭിച്ചു. അത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ നെഞ്ചെടുപ്പ് ഏറ്റുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോവൻ ഷിപ്പിംഗ് കമ്പനി കൊണ്ടുവന്ന ആ മുങ്ങൽ വിദഗ്ധന്റെ നിർദ്ദേശമനുസരിച്ച് ഇപ്പൊ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതിനടിയിലൊരു എഞ്ചിൻ ഭാഗം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് അവരിപ്പോ നടത്തുന്നത്. ആ JCBയുടെ അറ്റത്ത് കയർ കെട്ടിക്കൊണ്ട് ആ എഞ്ചിൻ പാർട്ട് ഉയർത്താനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ ശ്രമം ഇത് ആ കയറ് പൊട്ടിപ്പോയിരുന്നു. അതിനുശേഷം പിന്നീട് രണ്ടാമത് വീണ്ടും ഉയർത്താനുള്ള ഒരു നീക്കം നടത്തുകയായിരുന്നു. ഇതിനിടയിൽ ഈ പുഴയിൽ അവിടെ നിന്നുള്ള എഞ്ചിൻ ഓയിൽ പരക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതൊരു ലോറിയുടെ എഞ്ചിനാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഉയർത്താനുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ JCB ഉപയോഗിച്ച് ആ ഭാഗം ഉയർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ 8 മണി മുതൽ ഈ ഗുജറാത്തിൽ നിന്ന് വന്ന മുങ്ങൽ വിദഗ്ധന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയിരുന്നത്. ഇപ്പൊ ആ ഭാഗം ഉയർത്താനുള്ള ഒരു നീക്കം നടത്തുന്നു. ഒരു വശത്ത് മുങ്ങൽ വിദഗ്ധനുണ്ട്. അദ്ദേഹം സമീപത്തേക്ക് മാറി നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഇന്നലെ ഈശ്വർ മാൽപയെ പോലെ ഇതിന്റെ അടിയിലെത്തി ഈ എഞ്ചിന്റെ ഭാഗവുമായി ഇതിന്റെ JCBയുടെ അറ്റത്തേക്ക് കണക്ട് ചെയ്തത്. അത് ഉയർത്താനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എഞ്ചിൻ ഭാഗമാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം റേഡിയേറ്റർ പാർട്ട്, ഈ ലോറിയുടെ റേഡിയേറ്റർ പാർട്ട് രാവിലെ മുങ്ങൽ വിദഗ്ധൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അത് JCB ഉപയോഗിച്ച് ഈ വശങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഉയർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടക്കുന്നത്.